ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കോഡ് സെറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ഓൾറെഡി പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ തുണി 4 മടക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. 4 മടക്കി ഇട്ടതിന് ശേഷം ഞാനിവിടെ കോട്ടിന് എടുക്കുന്നത് 24 ഇഞ്ച് നീളമാണ് കേട്ടോ. അപ്പോൾ നീളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം കേട്ടോ തീരുമാനിക്കാനായിട്ട്. എനിക്കപ്പോൾ 24 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ 24 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 11 ഇഞ്ച് വീതിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ 11 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സ്മോൾ സൈസിലാണ് കേട്ടോ ഇത് തയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. 5.5 ഇഞ്ചാണ് ഞാൻ എടുത്തത്. ഇവിടെ വലിയൊരു മിസ്റ്റേക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. 5.5 ഇഞ്ചല്ല നിങ്ങൾ എടുക്കേണ്ടത്, 7.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അതെനിക്ക് പിന്നീട് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് വന്നതുകൊണ്ട് നമ്മളത് തിരുത്തുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ച് വേണം നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ താഴത്തേക്ക് നമ്മൾ ആം ഹോൾ 6.5 ഇഞ്ച് താഴത്തേക്ക് വരച്ചതിന് ശേഷം എൽ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ചാണ് കേട്ടോ മേളിലേക്ക് ഞാൻ ആ എൽ ഷേപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ കെർവ് ചെയ്തത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അങ്ങനെ അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് ഭാഗം നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കാണ്. ബാക്ക് ഭാഗത്ത് നമ്മൾ പാനൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാനലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാൻ 4.5 ഇഞ്ചിലാണ് പാനൽ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം. അപ്പോൾ നമ്മൾ ആ 4.5 ഇഞ്ച് വീതി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ള് 4.5 ഇഞ്ച് കണ്ടല്ലോ. 4.5 ഇഞ്ച് ബാക്ക് പോർഷനിലാണ് പാനൽ കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് പോർഷൻ ഞാൻ ഇതുപോലെ 2 മടക്കിയിട്ടതിന് ശേഷം 4.5 ഇഞ്ച് വീതി ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബാക്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് ഡാർട്ട് പിടിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരാൻ നേരത്ത് അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം. അതായത് മേളിൽ നിന്ന് ഞാനിപ്പോൾ എത്ര ഇഞ്ചാണെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മേളിൽ നിന്നൊരു നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 15 ഇഞ്ച് താഴത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 15 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ 4.5 ഇഞ്ച് എടുത്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആദ്യം തന്നെ. എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് ഇതുപോലെ 15 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷോൾഡറിൽ നിന്ന് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിലേക്കും ഇരുവശങ്ങളിലേക്കും കണ്ടില്ലേ, ഇരുവശങ്ങളിലേക്കും 1/2 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ് കേട്ടോ. 1/2 ഇഞ്ച് വീതം 2 സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പ് കാണിച്ചു തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകിൽ നമുക്കിങ്ങനെ പൊങ്ങി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ഡാർട്ട് പിടിക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അത് ഇതുപോലെ 4.5 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. 4.5 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം സെൻറ്റർ പോർഷനിൽ നമ്മൾ 1/2 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മളൊന്ന് ആക്കിയിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ അവിടെ നിന്ന് വെട്ടി ഒന്ന് ഡാർട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കണം കേട്ടോ. 2 സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ മാറ്റി 1 ഇഞ്ചോളം നമ്മൾ വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് എക്സസ് ആയിട്ടുള്ള പോർഷനാണ്. ഇതുപോലെ നമ്മളൊന്ന് 2 സൈഡിൽ നിന്ന് ഒന്ന് വെട്ടി മാറ്റണം. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ പാനലിന് ജോയിൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ടിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കോട്ടൻ്റെ. ഇനി നമ്മൾ സ്ലീവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് ഈ തുണി നമുക്കിനി മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അടുത്ത ഫ്രണ്ട് പോർഷൻ ആട്ടോ ഞാൻ എടുത്തിട്ടേക്കുന്നത്. ഫ്രണ്ടിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2.5 ഇഞ്ചാണ് ആ ഒരു നെക്കിൻ്റെ പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് ഞാൻ ഇതുപോലെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ 2.5 ഇഞ്ചിൽ നിന്നും നമ്മൾ താഴത്തെ ആ നെക്കിൻ്റെ കുറച്ച് താഴെ പോർഷനിൽ 12 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇതുപോലെ ഒന്ന് വളച്ചൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക് ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ നെക്ക് കട്ട് ചെയ്യുള്ളൂ. ബാക്കിൻ്റെ നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്ത് കളയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോട്ട് പോലാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ നെക്കൊന്നും ഇറക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്കിൽ കട്ടിങ് ഒന്നുമില്ല കേട്ടോ നെക്കിന്. ഫ്രണ്ടിൽ മാത്രം ഇതുപോലെ ഒന്ന് നെക്കിനൊന്ന് നമ്മളൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്റർ നമ്മൾ അങ്ങോട്ട് ആ 12 ഇഞ്ച് വരെ നമ്മൾ അങ്ങനെ വളച്ച് കെട്ടിയുള്ളൂ. പിന്നെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ 2 പീസാക്കി അങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസുകളെല്ലാം നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ, ഈ പീസുകൾക്കെല്ലാം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ സൈഡിൽ നിന്ന് ഒരു 1 ഇഞ്ച് ഞാൻ അളന്നെടുത്ത് ആ വയറിൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് വളച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പീസിന് മാത്രം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിന് നമ്മൾ ഡാർട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 1 ഇഞ്ച് നമ്മൾ ഡാർട്ട് പിടിക്കാൻ വേണ്ടി പാനൽ കട്ട് ചെയ്തപ്പം 1 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗത്തുനിന്ന്. അപ്പോൾ ഫ്രണ്ട് പീസിന് ആ ഒരു 1 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് വയറിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് 1 ഇഞ്ച് ഒന്ന് കുറച്ച് ഇതുപോലെ ഒന്ന് വളച്ച് വെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 4 പീസ് ഫ്രണ്ടിൻ്റെ 2 പീസ് ബാക്കിൻ്റെ 4 പീസല്ല, ഫ്രണ്ടിൻ്റെ 2 പീസും ബാക്കിൻ്റെ പീസും ഉണ്ടല്ലോ,
പാനലിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസുകളെല്ലാം. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിൻ്റെ സെയിം പീസുകൾ നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ. ബാക്കിൽ നമ്മൾ പാനൽ കട്ട് ചെയ്തതും സെൻറ്റർ പീസും പിന്നെ ഫ്രണ്ടിലെ പീസുകളും ഇതുപോലെ എല്ലാ പീസുകൾക്കും നമ്മൾ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ വെട്ടിയെടുക്കണം. മെയിൻ ക്ലോത്ത് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതുപോലെ തന്നെ അത്ര എണ്ണം ലൈനിങ് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ തുണിയുടെ ഈ മെയിൻ തുണിയുടെ അടിയിലേക്ക് നമ്മൾ ലൈനിങ് വെച്ചിന് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ കോട്ടിങ്ങിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. നമ്മളപ്പം പഫ് സ്ലീവാണ് കേട്ടോ ഇതിന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പഫ് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അതേ 12 ഇഞ്ച് വീതി എടുക്കുന്നുണ്ട്. 12 ഇഞ്ച് വീതിയും നമുക്ക് ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയണത് തയ്യൽ തുമ്പ് എല്ലാം കൂടി കൂട്ടി ഒരു 10.5 കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതേ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതുപോലെ 10.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അതേ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ടോ 3 ഇഞ്ച് മേളിലേക്ക്, അതാണ് ആ ഒരു എക്സ്ട്രാ നിൽക്കുന്ന തുണിയാണ് നമ്മൾ പഫിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോർമലായിട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഇപ്പോൾ 10.5 ആണോ 11.5 ആണോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എടുക്കാം. നോർമലായിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടത് 10.5 ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലത്തെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാവേ. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 3 ഇഞ്ച് നമ്മൾ ആ എടുക്കുന്നതിൽ നിന്നും എക്സ്ട്രാ നമ്മൾ 3 ഇഞ്ച് ഇടണം, അത്രയേ ഉള്ളൂ. അങ്ങനെ 3 ഇഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നോർമൽ സ്ലീവിൻ്റെ ഞാൻ 10.5 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 10.5 നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ 10.5 മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന അവിടെ നമ്മൾ 4 ഇഞ്ച് താഴത്തേക്കാക്കി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ആ സൈഡ് പോർഷനിൽ 4 ഇഞ്ച് നമ്മൾ ഇറക്കിയ 10.5യുടെ അവിടെ നിന്ന് താഴത്തേക്ക് 4 ഇഞ്ച് ഇറക്കി നമ്മൾ മാർക്ക് ചെയ്ത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതിൽ നമ്മൾ എക്സ്ട്രാ 3 ഇഞ്ച് മേളിലേക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വശത്തുനിന്ന് നമ്മളിത് ഈ താഴത്തെ 4 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്തേക്കുന്നതിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ പഫ് സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിനും കൂടെ ഉള്ള ലൈനിങ്ങും കൂടെ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ലൈനിങ് വെട്ടിയെടുത്തല്ലോ, അതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ സ്ലീവാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ അറ്റം ഞാനൊന്ന് മടക്കി അടിച്ചെടുക്കുവാണ്. അത് നമ്മൾ ഈ കഴുത്തടിച്ച് മറിക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം സ്ലീവ് മടക്കി അടിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല വശവും കൂടി ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി മുഖാമുഖം ചേർത്ത് വെച്ചേച്ച് ഒരടി കൊടുക്കും. അങ്ങനെ അടിച്ച് എടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുവാണ്. ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഇരുത്തി അടിച്ചെടുത്താൽ മതി. അപ്പം അതെങ്ങനെയാണ് ഞാൻ സ്ലീവ് മടക്കി അടിച്ചെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സ്ലീവ് മടക്കി അടിക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് മടക്കി അടിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെയാണ് മടക്കി അടിച്ചത്, അത്രയേ ഉള്ളൂ. അപ്പം അത് നമ്മൾ മടക്കി എടുത്തതിന് ശേഷം, അതായത് മറിച്ചെടുത്തല്ലോ തുണി, മറിച്ചെടുത്തതിന് ശേഷം ഒന്നൊന്ന് ഇതുപോലെ ഒന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുവാണേ. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്ക് നീറ്റായിട്ട് മടക്കി അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എല്ലാ വശവും നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫുൾ ആ ഒരു എല്ലാ വശങ്ങളും നമ്മൾ ഒന്ന് അടിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്, തുണിയോടൊന്ന് ചേർത്ത് വെച്ച്, അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്നിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എല്ലാ വശവും ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പഫ് ഇടണം കേട്ടോ. അപ്പം നമുക്ക് അതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പഫ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പ്ലീറ്റ്സ് ആയിട്ട് ഇതേപോലെ സെൻറ്റർ പോർഷനിൽ നമുക്ക് എവിടെയാണോ ആ ഒരു പഫ്നെസ് വേണ്ടത് ആ ഒരു സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് ഉചിതം പോലെ പഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ഒരു തവണ ഇതേപോലെ പഫ് സ്ലീവ് ഒന്ന് തയ്ച്ച് നോക്കണം. തയ്ച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പഫ് സ്ലീവ് തയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാവും, ഞാനും ഒരു ബിഗിനർ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും നമുക്കുള്ളൊരു പേടി. ഇപ്പം തയ്ച്ച് തുടങ്ങാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, അയ്യോ ഞാൻ തയ്ച്ചാൽ ശരിയാവോ എന്ന്. അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ ഒരൊറ്റ തവണ ഒന്ന് തയ്ച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നാവും. മിനിമം നമുക്ക് എന്താണ് നമ്മുടെ തെറ്റെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്കത് തിരുത്തിയായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇങ്ങനെ 2 സൈഡിൽ നിന്നും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെ കേട്ടോ ചെയ്തേക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് നോക്കാമെന്ന് ഓർത്തിട്ടാണ് ഇതേപോലെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ പഫ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ആ സെൻറ്റർ പോർഷൻ വിട്ടിട്ടാണ് 2 സൈഡിലുമാണ് പ്ലീറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാൻ സെൻറ്ററിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി നമ്മൾ സ്ലീവിൻ്റെ അങ്ങനെ നമ്മൾ പഫ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലെല്ലാം ലൈനിങ് വെച്ച് കൊടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് കേട്ടോ മേളിലേക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വശമാണ്. അപ്പം നല്ല വശത്തിൻ്റെ താഴെയാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്.
അങ്ങനെ നമ്മൾ നല്ല വശത്തിൻ്റെ താഴെയെല്ലാം ലൈനിങ് വെച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാനൽ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ പാനൽ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ പരസ്പരം ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ. അപ്പം നമ്മൾ രണ്ട് സൈഡിലും ആ പാനൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പീസ് രണ്ട് സൈഡിലും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ബാക്ക് പീസ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് നമ്മുടെ ബാക്ക് പീസ് വന്നിട്ടുണ്ട്. നമ്മൾ ഡാർട്ടൊക്കെ പിടിച്ചേക്കണോണ്ട് നല്ല ഷേപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം, ലൈനിങ് വെച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വശങ്ങളിലും നമ്മൾ ലൈനിങ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലൈനിങ് അവിടെ സെക്യൂർഡ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ നമ്മൾ ബാക്ക് സൈഡ് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡും ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസ് ഇതേപോലെ തയ്ച്ച് കഴിയാൻ നേരത്തെ ലൈനിങ്ങിൽ ഇങ്ങനെ വെട്ടിക്കളയാനുള്ള പീസൊക്കെ ഈ ഒരു സമയത്ത് വേണം നമുക്ക് വെട്ടിക്കളയാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാക്കിൻ്റെ ബാക്കും റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ രണ്ട് സൈഡും നമ്മൾ ലൈനിങ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ എനിക്കൊരു മിസ്റ്റേക്ക് വന്നു, നിങ്ങൾ 7.5 ഇഞ്ച് എടുക്കണം എന്ന്. ഞാൻ 5.5 ഇഞ്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ തുണി കുറഞ്ഞു പോയി. അപ്പം ഞാൻ ഇതുപോലെ എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുക്കേണ്ടി വന്നു എനിക്ക്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 5.5 ഇഞ്ചല്ലേ എടുത്തുള്ളൂ. നിങ്ങൾ എടുക്കുമ്പം 7.5 ഇഞ്ച് ഞാൻ ആദ്യമേ വീഡിയോയിൽ പറയണ പോലെ തന്നെ 7.5 ഇഞ്ച് വീതിയിൽ വേണം കേട്ടോ ഷോൾഡർ എടുക്കാനായിട്ട്. നമ്മൾ ഇതേപോലുള്ള കോട്ടൊക്കെ തയ്ക്കാൻ നേരത്തെ ബാക്കിൽ നല്ല, അതായത് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നല്ല വിരിവ് വേണം തുണിക്ക്. എന്താണെന്ന് വെച്ചാൽ നല്ല ഫുൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കണമല്ലോ, അത്രയും തുണി വേണം. അപ്പം ഞാനിത് ആദ്യമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചുരിദാർ കട്ട് ചെയ്യുന്ന പോലത്തെ ലാഘവത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്ത് പോയി. അപ്പോൾ അതെൻ്റെ അറിവില്ലായ്മയായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് കോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ എക്സ്ട്രാ തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ എക്സ്ട്രാ തുണി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ആ ഫ്രണ്ടും ബാക്കും കൂടി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് നേരത്തെ നമ്മൾ ചെയ്യാൻ പോയതുപോലെ തന്നെ ഇതേപോലെ ഷോൾഡർ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് വെക്കാൻ പോവാണ്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ കോട്ട് തയ്ക്കാനായിട്ട്, ഭയങ്കര എളുപ്പമാണ്. ഞാൻ കട്ട് ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നതല്ലാണ്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ലീവ് ഇതേപോലെ ഒന്ന് നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് കൊടുത്തിട്ട് സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം സ്ലീവ് വെക്കാൻ. അപ്പോൾ നമ്മൾ സ്ലീവും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് അതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്ലീവും കൂടെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ അത് കൃത്യമായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അളവിലേക്ക് ഇത് മാർക്ക് ചെയ്തെടുക്കാം. ഈ അളവൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് എടുത്ത് മീതയിലേക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഷേപ്പ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അളവുകളൊക്കെ എനിക്ക് അറിയാം, അതുകൊണ്ട് തന്നെ എൻ്റെ സ്ലീവിൻ്റെ അളവും എൻ്റെ ചെസ്റ്റിൻ്റെ അളവും ഒക്കെ ഞാൻ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് പാകമുള്ള ഏത് ടോപ്പാണോ അതെടുത്ത് ഇതുപോലെ തന്നെ അതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഇതേപോലെ നിങ്ങൾക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നെക്കൊക്കെ വേറെ പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മടക്കി അടിച്ചെടുക്കണേ. ഇനി നമ്മൾ താഴെ ഒന്ന് സ്ലിറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ സ്ലിറ്റ് കൊടുക്കണത്. കുറച്ച് ഭാഗം നമ്മൾ സ്ലിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് നമ്മൾ തയ്ക്കത്തില്ല. അവിടെ വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് നമ്മൾ കുത്തി നിർത്തി അവിടെ 2 തവണ തയ്യലിട്ട് നിർത്തിയതിന് ശേഷം ഇതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ലിറ്റ് ഇടേണ്ട ഭാഗത്തെ തുണി ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് സ്ലിറ്റൊക്കെ കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഈ വീഡിയോ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കി ചെയ്താൽ മതിയെ. കണ്ടല്ലോ, ഇതുപോലെ മടക്കി വെച്ച് അങ്ങ് അടിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം ഭയങ്കര പാടാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഭയങ്കര എളുപ്പമാണ് സ്ലിറ്റൊക്കെ കൊടുക്കാനായിട്ട്. ഇത് ഭയങ്കര നിസ്സാരമാണിത്. വെറുതെ ഒന്ന് മടക്കി വെച്ച് അടിക്കുക, അത്രേ ഉള്ളൂ. അടിക്കാൻ നേരത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെ ആ ഒരു ബോക്സിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കി എടുക്കണം നമ്മൾ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് 2 സൈഡിലും സ്ലിറ്റ് ഇട്ടെടുക്കുന്നുണ്ട്. ആ ഒരു കോട്ടിൻ്റെ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ലിറ്റൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി സ്ലിറ്റ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. അപ്പോൾ സ്ലിറ്റ് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കണ പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സ്ലിറ്റ് ഒഴിവാക്കാത്തത്. ഇനി നമ്മൾ ആ ഒരു നെക്കിൻ്റെ പോർഷനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അത് ഫിനിഷ് ചെയ്യുന്ന ഇതുപോലൊരു 2 ഇഞ്ച് വീതിയുള്ള തുണി നമ്മൾ എന്തോരം നീളം നമുക്ക് വേണോ അത്രയും നീളത്തിൽ നമ്മൾ 2 ഇഞ്ച് വീതിയുള്ള തുണി ഇതുപോലെ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ സൈഡിലൊന്ന് അടിച്ചു കൊടുക്കുവാണേ.
ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ അതിൻ്റെ താഴത്തേക്ക് നമ്മൾ എന്തോരം വേണോ അത്രയും തുണി നമ്മൾ ഇതുപോലെ ഒരു 2 ഇഞ്ച് വീതിയിൽ എടുത്തു കൊടുത്തതിന് ശേഷം സൈഡിൽ ഈ അറ്റത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ അറ്റ അടിച്ചെടുത്തിട്ടുണ്ട്. അറ്റ അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ട് കിടക്കുന്ന തുണിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ഇരുത്തി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മടക്കി വെക്കാൻ നേരത്ത് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുത്തി അടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഇരുത്തി അടിച്ചു കൊടുത്തിട്ട് ആ തുണിയുടെ അറ്റം നമ്മൾ മടക്കി അടിച്ചിട്ടില്ലല്ലോ. ഈ 2 ഇഞ്ച് തുണി നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതപ്പോൾ നമ്മൾ മടക്കി അടിച്ചും കൂടെ കൊടുക്കുവാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അങ്ങനെ മടക്കി അടിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഉള്ളിലേക്ക് വെച്ച് തുന്നി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അടിക്കണമെന്നാണ്, തുന്നാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തുന്നണ്ട. അത് മടക്കി വെച്ച് നമുക്ക് ഉള്ളിലേക്ക് വെച്ച് നമുക്ക് അടിച്ച് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ അവിടെ ഒരു തയ്യൽ വരുത്തണ്ടല്ലോ എന്നോർത്ത് ഹെമ്മിങ് ചെയ്താണ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണം. അതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ തയ്ക്കുന്നില്ല. ഇനി ബാക്കിയുള്ള താഴത്തെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കോട്ടിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമൊക്കെ നമ്മളത് ഇതുപോലെ മടക്കി അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. താഴ്ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മൾ മടക്കി അടിച്ചെടുക്കുകയാണ്. അങ്ങനെ മടക്കി അടിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കോട്ടിൻ്റെ ബാക്ക് നെക്ക് ഉണ്ടല്ലോ, അതും നമ്മൾ ഹെമ്മിങ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ കോട്ടിൻ്റെ ഫ്രണ്ട് നെക്കും ഹെം ചെയ്ത്, അതായത് 2 ഇഞ്ച് തുണി വെച്ച് നമ്മൾ മടക്കി അടിച്ചിട്ട് ആ തുണി നമ്മൾ ഹെം ചെയ്താണ് വെക്കുന്നത്. പിന്നെ കോട്ടിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ തുണി തന്നെ, കോട്ടിൻ്റെ നമ്മൾ ബാക്കിൽ നമ്മൾ എക്സ്ട്രാ തുണിയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, നമ്മൾ വെട്ടിയൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ തുണി തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കോട്ട് ഇവിടെ ഫിനിഷായി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ താഴത്തെ ഭാഗം നമ്മൾ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെം ചെയ്തെടുക്കാം. നമുക്ക് ഹെം ചെയ്യേണ്ട ഭാഗമൊക്കെ കണ്ടല്ലോ, ഈ ഒരു സ്ഥലം ഞാൻ ഇതേപോലെ ഹെം ചെയ്താണ് എടുക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം കോട്ടിൻ്റെ ബാക്ക് സൈഡ് വരുന്നുണ്ട്. ആ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ആ തുണി തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഓൾറെഡി ഉള്ള മെയിൻ ക്ലോത്ത് ഉള്ളത് തന്നെ നമ്മളൊന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ അതേ നമ്മൾ മടക്കി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡിലെ മെയിൻ ക്ലോത്ത് തന്നെ നമ്മൾ മടക്കി വെച്ച് ഹെം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മുടെ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹെം ചെയ്തെടുക്കാൻ നേരത്ത് അത് ഫിനിഷായി. ഇനി നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതായത് നമ്മുടെ കോട്ടിൻ്റെ പരിപാടിയെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി കോട്ടാണ്. എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കണം. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും തുണി വീട്ടിലുണ്ടാവും. അച്ഛൻ്റെ മുണ്ടാണെങ്കിലും മതി, നല്ല ഇതിൽ കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.